എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 69, 70, 71 മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ മൂന്ന് ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 4-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. തന്നെ അഭയം പ്രാപിച്ച ദുർവാസസ് മഹർഷിയോട് ഭഗവാൻ പറയുന്നു, എന്റെ പരമഭക്തനെ ഉപദ്രവിക്കാൻ ആര് നോക്കിയോ, ഏത് ശക്തി പ്രയോഗിച്ചോ ആ ശക്തി ആ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളെ തന്നെ വിഷമിപ്പിക്കും. എന്റെ ഭക്തൻ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭഗവാൻ അത് വേണ്ട വിധത്തില് അത് ചെയ്തോളൂ അല്ലെ. ഗാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ബാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുദേശ. ഗംഗണപതേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 69. ഉപായം കഥയിഷ്യാമി തവ വിപ്ര ശൃണുഷ്വതൽ അയം ഹി ആത്മാ വിചാരസ്തേ യതസ്തം യാതു വൈ ഭവാൻ സാധുഷു പ്രഹിതം തേജ പ്രഹർത്തു കുരുതേ ശിവം. വിപ്ര, ഹേ ബ്രാഹ്മണ, തവ ഉപായം കഥയിഷ്യാമി, അങ്ങയ്ക്ക് ഉപായത്തെ കഥിക്കാം. തത് ശൃണുഷ്വ, അതിനെ കേട്ടാലും. തേ, അങ്ങയുടെ അയം ആത്മാഭിചാര, ഈ ആത്മാഭിചാരം യഥാ യാതൊരുവിനെ നിമിത്തമാക്കിയിട്ട് ചെയ്തുവോ തം വൈ, അവനെ തന്നെ ഭവാൻ യാതു, അങ്ങ് പ്രാപിക്കുക. സാധുഷു, സാധുക്കളിൽ പ്രഹിതം തേജ, ഉപയോഗിക്കപ്പെട്ട തേജസ് പ്രഹർത്തു, പ്രഹരിച്ചവന് തന്നെ അശിവം കുരുതേ, അമംഗളത്തെ ജനിപ്പിക്കുന്നു. ഭഗവാൻ പറയണു, അതാ എന്നെ ശരണം പ്രാപിച്ചുല്ലോ അങ്ങ്, അതുകൊണ്ട് അങ്ങയെ ഉപേക്ഷിക്കണതും സമുചിതമല്ലാത്തത് കൊണ്ട് അങ്ങയുടെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപായം ഞാൻ പറഞ്ഞുതരാം, മനസ്സിരുത്തി കേട്ടോളൂ എന്ന് പറയാ. അങ്ങ് ഏതൊരുവനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ച് ഇങ്ങനെ ആത്മാഭിചാരം ചെയ്തുവോ ആ അംബരീഷ ഭക്തനെ തന്നെ ആശ്രയിച്ചോളൂ. അങ്ങ് അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് വിചാരിച്ചില്ലേ, ആ ഭക്തനെ തന്നെ ആശ്രയിച്ചോളൂ. എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ യാതൊരു കാര്യമില്ല. എന്റെ ഏകാന്ത ഭക്തന്മാരിൽ ഏതൊരുവൻ ശക്തിയെ ഉപയോഗിക്കുന്നു, എന്റെ ഭക്തന്മാരിലെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, ഏതൊരു ശക്തി ഉപയോഗിച്ചിട്ടാണോ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആ ശക്തി ആ പുരുഷന്റെ നേർക്ക് തന്നെ തിരിഞ്ഞ് അവനെ അത്യധികം വിഷമത്തിലാക്കും. എന്റെ ഭക്തൻ എന്നോട് ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ആ സുദർശനം അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ സുദർശനം എന്റെ അല്ല, അംബരീഷ മഹാരാജാവിന്റെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ പോലും രക്ഷയില്ല മഹർഷി, അദ്ദേഹത്തിന് തന്നെ ശരണം പ്രാപിച്ചോളൂ. തപോ വിദ്യാജ വിപ്രാണം നിശ്രേയസകരേ ഉഭേ തേവ ദുർവിനീതസ്യ കൽപ്പേതേ കർത്തു അന്യഥാ. തപ വിദ്യാച, തപസ്സും വിദ്യയും, ഉഭേ രണ്ടും, വിപ്രാണാം ബ്രാഹ്മണർക്ക്, നിശ്രേയസകരെ നിശ്രേയസത്തെ ജനിപ്പിക്കുന്നവ തന്നെ, തേ ഏവ ആ രണ്ടും തന്നെ, ദുർവിനീതസ്യ കർത്തു വിനയഹീനനായ കർത്താവിന് അന്യഥാ കൽപ്പതേ വിപരീതങ്ങളായിട്ടും ഭവിക്കുന്നു. അങ്ങ് ഇപ്പൊ വിചാരിക്കുണ്ടാവും, ഞാൻ എത്ര തപസ് ചെയ്തിട്ടുണ്ട്, തപസ് ഉപാസനയൊക്കെ ഉള്ള ആളാണല്ലോ ഞാൻ, എന്നിട്ട് എനിക്ക്
ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടത് എന്താ എന്ന് അങ്ങ് വിസ്മയിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞു തരാം ഞാൻ. വിനയികളായ ബ്രാഹ്മണർക്ക് തപസ്സും ഉപാസനയും പരമപുരുഷാർത്ഥങ്ങൾ തന്നെയാണ്. അതൊക്കെ വിനയമുള്ളവർ ഇതെല്ലാം ഒരു ഭൂഷണമാണ്, പരമപുരുഷാർത്ഥപ്രദങ്ങൾ തന്നെയാണ്. പക്ഷേ ദുർവിനീതന്മാരായ വിപ്രന്മാര് അങ്ങിപ്പോ ചെയ്ത പോലെ സാധുക്കളെ ദ്രോഹിക്കാനായിട്ട് ഈ തപസ്സിനെയും ഉപാസനയും ഒക്കെ ഉപയോഗിക്കുമ്പോ ആ ഉത്കൃഷ്ട ഗുണങ്ങൾ രണ്ടും വിപരീത ഫലങ്ങളെ നൽകുന്നവയായിട്ട് ഭവിക്കും. അതാണ് ഈ തപസ്സിന്റെയും ഉപാസനയുടെയും ഉത്കൃഷ്ട ഗുണം. നിരപരാധിയായ ആ ഭക്തനായ, എന്റെ പരമഭക്തനായ അംബരീഷന്റെ നേർക്ക് അങ്ങ് ഇത് ഉപയോഗിച്ചത് കൊണ്ട് അങ്ങയുടെ തപസ്സും വിദ്യയും അങ്ങയ്ക്ക് തന്നെ നാശകരങ്ങളായി തീർന്നു. മനസ്സിലാക്കിക്കൊള്ളൂ, ഭഗവാൻ പറയാണ് ദുർവാസാവിനോട്. എന്നിട്ട് തന്നെ പിന്നെ പറയണു, ബ്രഹ്മൻ തൽഗച്ഛ ഭദ്രം തേ നാഭാഗതനയം നൃപം ക്ഷമാപയ മഹാഭാഗം തത ശാന്തിർഭവിഷ്യതി. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ, തത് അതുകൊണ്ട് നാഭാഗതനയം നൃപം, നാഭാഗപുത്രനായ രാജാവിനെ ഗച്ഛ പ്രാപിച്ചാലും, മഹാഭാഗം മഹാഭാഗ്യവാനായ അദ്ദേഹത്തെ ക്ഷമാപയ ക്ഷമിപ്പിക്കുക, തഥാ അതിൽ നിന്ന് ശാന്തി ഭവിഷ്യതി ശാന്തി ഭവിക്കും, തേ ഭദ്രം അങ്ങയ്ക്ക് മംഗളം. അതുകൊണ്ട് ഹേ ബ്രാഹ്മണ, എനിക്കും കൂടി അങ്ങയെ രക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു വെരി സോറി അല്ലെ. നാഭാഗപുത്രനായ ആ അംബരീഷ മഹാരാജാവിനെ തന്നെ ശരണം പ്രാപിച്ചു. അപ്പൊ അങ്ങയ്ക്ക് ഭദ്രം ഭവിക്കും. മഹാഭാഗ്യവാനായ ആ രാജാവിനോട് മാപ്പ് ചോദിച്ച് ക്ഷമ ചോദിക്കൂ, അദ്ദേഹം ക്ഷമിക്കാതിരിക്കില്ല, അദ്ദേഹം അത്രയും മഹാനാണ്. അതുകൊണ്ട് ആ സുദർശന ചക്രത്തിൽ നിന്ന് നേരിട്ടിരിക്കുന്ന ക്ലേശത്തിന് അങ്ങയ്ക്ക് ശാന്തി ഉണ്ടാവും. പൊക്കോളൂ, അംബരീഷ മഹാരാജാവിനെ തന്നെ ശരണം പ്രാപിച്ചോളൂ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ അംബരീഷചരിതേ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 4-ാമത്തെ അധ്യായം ഭക്തവത്സലനായ ആ ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.